അടുത്തൊരു ചാപ്റ്റർ അഗ്രികൾച്ചറൽ ഇൻകമാണ്. അഗ്രികൾച്ചറൽ ഇൻകം ചെറിയ ചാപ്റ്ററാണ്. അതിൻ്റെ കോമൺ ആയിട്ടുള്ള ടേംസും കാര്യങ്ങളും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് മാത്രമേ ഇതിൽ നോക്കാനുള്ളൂ. നോർമലി നമുക്കറിയാം സെക്കൻഡ് ചാപ്റ്റർ എക്സംപ്റ്റഡ് ഇൻകമാണ്. ആ എക്സംപ്റ്റഡ് ഇൻകത്തിൽ വരുന്ന മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ഇന്ത്യയിൽ അഗ്രികൾച്ചർ വഴി ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രൊസീജിയർ, എങ്ങനെയാണ് ഇത് നമ്മൾ ടാക്സ് അതോറിറ്റി ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10. നമുക്ക് ആ എക്സംപ്റ്റഡ് ഇൻകം പഠിക്കുന്ന സമയത്ത് തന്നെ അറിയാം, സെക്ഷൻ 10 വരുന്ന 10 നമ്മൾ ഈ എക്സംപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻകം ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഐറ്റമാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ടോട്ടലി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ഓക്കെ. ദെൻ ഇൻകം ഡിറൈവ്ഡ് ഫ്രം, നമുക്കതിൻ്റെ 3 കണ്ടീഷൻ എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക. അതിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആയിരിക്കണം. ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡിൽ നിന്നായിരിക്കണം നമ്മൾ ഈ ഇൻകം ഏൺ ചെയ്യുന്നത്. ദെൻ ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. ഇനി ആ ഒരു ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ മറ്റ് പർപ്പസിനൊന്നുമല്ല യൂസ് ചെയ്യുന്നത്, സോൺലി ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. ദെൻ ദ ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. എന്തായിരിക്കണം, നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞത് ആ ഒരു ലാൻഡിൽ നിന്ന് നമ്മൾ ഇൻകം ഡിറൈവ് ചെയ്യണം എന്നാണ്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലാൻഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പർപ്പസിനായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ആൻഡ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലാൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലായിരിക്കണം. ഓക്കെ, സിമ്പിളായിട്ട് 3 കണ്ടീഷനേ അവിടെ പറയുന്നുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഈ ഒരു അഗ്രികൾച്ചറൽ ഇൻകത്തിൽ വരുന്ന ഐറ്റംസ്, അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻകമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് റെൻറ്റ് റവന്യൂ ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ്. ആ ഒരു അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെൻ്റ് ആയിരിക്കാം. ദെൻ ഇൻകം ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചർ. ഇനി അതല്ല, അഗ്രികൾച്ചർ വഴി നമുക്ക് എന്തെങ്കിലും ഇൻകം ഡിറൈവ് ചെയ്യുന്നുണ്ടോ, റവന്യൂ റിസീവ് ചെയ്യുന്നുണ്ടാകും ആ ഒരു അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകം. ദെൻ ഇൻകം ഫ്രം സെയിൽ ഓഫ് പ്രൊഡ്യൂസ് റേസ്ഡ്. ഇനി അഗ്രികൾച്ചറൽ ലാൻഡ് നമ്മൾ ക്രോപ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ സെയിൽ ചെയ്യുന്നത് വഴി കിട്ടുന്ന ഇൻകം ആയിരിക്കാം. ദെൻ ഇൻകം ഫ്രം പ്രോസസ് യൂസ്ഡ് ടു റെൻഡർ ദ പ്രൊഡക്റ്റ് മാർക്കറ്റബിൾ. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ റോ മെറ്റീരിയൽസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റോ ആയിരിക്കുന്ന പ്രൊഡക്റ്റ് എന്താണോ അതിനെ നമ്മൾ മാർക്കറ്റബിൾ കണ്ടീഷനിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ സെർട്ടൻ പ്രോസസ്സിലൂടെ അത് കടത്തി വിടും. ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ കിട്ടുന്ന ഇൻകം ആയിരിക്കാം. ദെൻ ഇൻകം ഫ്രം ബിൽഡിംഗ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. ഇനി അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നതും അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ദെൻ ഇൻകം ഫ്രം സാപ്ലിങ്സ് സീഡിങ്സ് ഗ്രോൺ ഇൻ നഴ്സറി. നമ്മൾ നഴ്സറിയിൽ, അതായത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫാം നഴ്സറീസിൽ നമ്മൾ ഗ്രോൺ ചെയ്യുന്ന വിത്തുകൾ, അല്ലെങ്കിൽ അവിടെ ആ വിറ്റ് കിട്ടുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോയിങ് സ്റ്റേജിൽ കിട്ടുന്ന ഇൻകം, ഇതൊക്കെ നമ്മളുടെ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ വരുന്നതാണ്. തിയറി ചോദിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. അതൊക്കെ നമുക്ക് എഴുതാം. അഗ്രികൾച്ചറൽ ഇൻകം ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്നതാണ്. ദെൻ ചില ഇൻകം നമ്മൾ ഫുള്ളി അഗ്രികൾച്ചർ പർപ്പസ്, ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ചിലത് നമ്മൾ പാർട്ട്ലി അഗ്രികൾച്ചറലായിട്ട് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്? അത് നിങ്ങൾ ഈ 4 പോയിൻ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. റൂൾ 7, റൂൾസ് 8, ഇത് രണ്ടും എന്താണെന്ന് ചോദിച്ചാൽ ഇത് അഗ്രികൾച്ചർ പർപ്പസ് ആയിട്ട് വരുന്ന 2 റൂൾസാണ്. പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന 2 റൂൾസാണ്. അപ്പോൾ റൂൾ 7 പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഫ്രം ബിസിനസ് അതർ ദാൻ ടീ. അതായത് ടീ മാനുഫാക്ചറിങ് അല്ലാതെ മറ്റ് അഗ്രികൾച്ചറൽ ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഫുള്ളായിട്ട് നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ അതിൻ്റെ എത്ര ഭാഗം നമ്മൾ പ്രോഫിറ്റിൻ്റെ എത്ര പാർട്ട് അഗ്രികൾച്ചറായിട്ടും എത്ര പാർട്ട് നോൺ അഗ്രികൾച്ചറായിട്ടും ട്രീറ്റ് ചെയ്യും, ബിസിനസ് ഇൻകം ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നുള്ള ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ് ഈ റൂൾ 7 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ടീ മാനുഫാക്ചറിങ് അല്ലാതെ മറ്റ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക?
മാർക്കറ്റ് വാല്യൂ ഓഫ് ദാറ്റ് റോ മെറ്റീരിയൽ ഡിഡക്റ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ എന്താ ചെയ്യുക, ടോട്ടൽ ആ ഒരു നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ഈ ഒരു റോ മെറ്റീരിയൽസിൻ്റെ, അതായത് ടീ അല്ലാതെ നമ്മൾ എന്താണോ മാനുഫാക്ചർ ചെയ്യുന്നത് ആ ഒരു എന്താണോ റോ മെറ്റീരിയൽ, ആ റോ മെറ്റീരിയലിൻ്റെ മാർക്കറ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്തായിരിക്കും, ബിസിനസ് ഇൻകം ആയിരിക്കും. മാർക്കറ്റബിൾ വാല്യൂ ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻകം ആയിരിക്കും. ആൻഡ് അതിനെ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബിസിനസ് ഇൻകം ആയിരിക്കും. ദെൻ റൂൾ 8 ഡിഫൈൻ ചെയ്യുന്നത് പ്രോഫിറ്റ് ഫ്രം മാനുഫാക്ചറിങ് ഓഫ് ടീ ആണ്. അതായത് ടീ മാനുഫാക്ചറിങ് ആണെങ്കിൽ അവിടെ നമ്മൾ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ 60% ഓഫ് സച്ച് ഇൻകം, അതായത് ആ പറഞ്ഞിരിക്കുന്ന ടീ മാനുഫാക്ചറിങ്ങിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൻ്റെ 60% നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകമായിട്ടും റിമൈനിങ് 40% ബിസിനസ് ഇൻകമായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യും. ഓക്കെ, എൻ്റെയർ ഈ ഒരു ടീ മാനുഫാക്ചറിങ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകമായിട്ടല്ല കാണുന്നത്. അതിൻ്റെ 60% അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചറൽ ഇൻകമായിട്ടും, അതായത് നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ട് കാണിക്കാം. ബട്ട് ബാക്കി 40% നമ്മൾ ബിസിനസ് ഇൻകമായിട്ട് കാണിക്കേണ്ടതുണ്ട്. ദെൻ ഇൻകം ഫ്രം മാനുഫാക്ചറിങ് ഓഫ് സർട്ടിഫൈഡ് ലാറ്റക്സ് ഓർ സെനക്സ്. ഇത് ലാറ്റക്സ് ഓർ സെനക്സ് എന്ന് പറയുന്നത് നമ്മളുടെ റബ്ബർ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. റബ്ബർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതിൽ 65% ഓഫ് സച്ച് ഇൻകം ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചർ. ബാക്കി 35% എന്ന് പറയുന്നത് ബിസിനസ് ഇൻകം ആയിട്ടുമാണ് ട്രീറ്റ് ചെയ്യുക. ദെൻ ഇൻകം ഫ്രം കോഫി മാനുഫാക്ചറിങ്. കോഫി മാനുഫാക്ചറിങ് ആണെങ്കിൽ അവിടെ 75%, ആ ഒരു കോഫി മാനുഫാക്ചറിങ്ങിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ 75% അഗ്രികൾച്ചറൽ ഇൻകം ആയിരിക്കും. ബാക്കി 25% എന്ന് പറയുന്നത് ബിസിനസ് ഇൻകം ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ പ്രൊപ്പോർഷൻ കാണുന്നത്. ടീ ആണെങ്കിലും അതർ ദാൻ ടീ ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഓഫ് മെറ്റീരിയൽസ് ആണെങ്കിലും കോഫി ആണെങ്കിലും ആൻഡ് ലാറ്റക്സ് ആൻഡ് സെനക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കേസസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൊപ്പോർഷനിലാണ് നമ്മൾ പ്രോഫിറ്റിനെ അപ്പോർഷൻ ചെയ്യുന്നത്. അതായത് എൻ്റെയർ എമൗണ്ട് നമ്മൾ അഗ്രികൾച്ചറലായിട്ടും കാണുന്നില്ല, എൻ്റെയർ എമൗണ്ട് ബിസിനസ് ഇൻകമായിട്ടും കാണുന്നില്ല. ഒരു ഭാഗം അഗ്രികൾച്ചറായിട്ടും ഒരു ഭാഗം ബിസിനസ് ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിൻ്റ് എന്ന് പറയുന്നത് നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം ഷുഡ് എക്സീഡ് 5,000 പെർ ആനം ആണ്. ഇനി എപ്പോൾ മാത്രമാണ് നമ്മൾ ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോദർ ചെയ്യേണ്ടത് എപ്പോഴാണ്? നമുക്ക് അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതായത് ഒരു ഇയറിൽ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 5,000 മുകളിലാണെങ്കിലാണ് നമ്മൾ അവിടെ നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേഷനിലേക്ക് എടുക്കേണ്ടത്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിൽ നോക്കാം. ദെൻ ആ ഒരു എമൗണ്ട് നിങ്ങൾ നോക്കി വെക്കുക. 5,000-ൽ കൂടുതലാണെങ്കിലാണ് നമ്മൾ അതിനെ കാൽക്കുലേഷനിലേക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. ദെൻ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഷുഡ് എക്സീഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ആൻഡ് അതുപോലെ നമ്മളുടെ അഗ്രികൾച്ചർ അല്ലാതെ നോൺ അഗ്രികൾച്ചർ ഇൻകത്ത് എന്ന് പറയുന്നത് ബേസിക് എക്സംഷൻ ലിമിറ്റിന് കൂടുതലുമാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സ് ലൈബിലിറ്റിയിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, ടാക്സ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആയിട്ടാണ് കാണിക്കുക, ബട്ട് അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നോക്കാനുണ്ടാവും, നമുക്ക് പ്രോബ്ലത്തിൽ നോക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് ബേസിക് എക്സംഷൻ ലിമിറ്റിന് കൂടുതലുണ്ടോ. ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഓൾഡ് ടാക്സ് റെജീം ആണെന്നുണ്ടെങ്കിൽ 2,50,000 ആണ് എക്സംഷൻ ലിമിറ്റ്. ഡിഫോൾട്ട് ആയിട്ടുള്ള ടാക്സ് റെജീം സെക്ഷൻ 115 BAC ആണ് നമ്മൾ ഫോളോ ചെയ്തതെങ്കിൽ അവിടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് 3 lakh ആണ്. അപ്പോൾ ഇതിന് കൂടുതലാണോ നമ്മളുടെ ഇൻകം എന്ന് നോക്കണം. ആൻഡ് അതുപോലെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് 5,000-ന് മുകളിലാണോ, ഇത് രണ്ടും നോക്കിയതിന് ശേഷമാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇൻകം ടാക്സ് ഓൺ നെറ്റ് അഗ്രികൾച്ചറൽ പ്ലസ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം എത്രയാണെന്നുള്ളത് കിട്ടും. ദെൻ ഇൻകം ടാക്സ് ഓൺ നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം ആസ് ഇൻക്രീസ്ഡ് ബൈ എക്സംഷൻ ലിമിറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കാണണം, അവിടെ നിങ്ങൾ നോക്കുക, ടേം നോക്കുക, ഇൻകം ടാക്സ് ഓൺ നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം ആസ് ഇൻക്രീസ്ഡ് ബൈ എക്സംഷൻ ലിമിറ്റ്. നമ്മളുടെ എക്സംഷൻ ലിമിറ്റ് എന്താണോ 2,50,000-ഓ 3 lakh-ഓ ആയിരിക്കും. ആ എക്സംഷൻ ലിമിറ്റിനോട് കൂടെ നമ്മളുടെ അഗ്രികൾച്ചറൽ ഇൻകം കൂടെ നമ്മൾ ആഡ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇൻകം കിട്ടും. അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് കാണണം. ഇപ്പോൾ 2 ടാക്സ് നമ്മൾ കാണണം. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നോർമൽ റേറ്റിൽ ടാക്സ് കാണുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം, ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണോ അതിനോട് കൂടെ അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ സെയിം മെത്തേഡിൽ തന്നെ സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണണം. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഡക്റ്റ് സെക്കൻഡ് ഫ്രം 1, അതായത് രണ്ടാമത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ടാക്സ് ഒന്നാമത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടാക്സിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ കാണാനുണ്ടാവുക. ബാലൻസ് കിട്ടുന്ന ടാക്സ് ലൈബിലിറ്റിയാണ് ഒരു ഇയറിൽ നമ്മളുടെ അൾട്ടിമേറ്റ് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത്, അഗ്രികൾച്ചറൽ ഇൻകം കൂടെ വരുന്ന ഒരു എസ്എസ്സിൻ്റെ കേസിൽ. ദെൻ ലോസ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഓൺലി ഫ്രം അഗ്രികൾച്ചറൽ ഇൻകം. ഇനി അഗ്രികൾച്ചറൽ ഹെഡിൽ നമുക്ക് ലോസസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഇയർത്തെ അഗ്രികൾച്ചറൽ ഇൻകം യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. ഇത്രയാണ് നമുക്ക് തിയറി റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലൊന്നും കൂടെ മനസ്സിലാകും. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ടാക്സ് ലൈബിലിറ്റി ഓഫ് മിസ്റ്റർ ഗുലാം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25. ഇവിടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 48,500 ആണ്. ആൻഡ് അതുപോലെ അഗ്രികൾച്ചറൽ ഇൻകം 15,000 തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലായിരിക്കണം. ആൻഡ് അതുപോലെ അഗ്രികൾച്ചറൽ ഇൻകം 5,000 കൂടുതലായിരിക്കണം. ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം 5,000 കൂടുതലുണ്ട്, പക്ഷേ ആദ്യം വന്നിരിക്കുന്ന ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 48,500 ആണ്, വിച്ച് ഈസ് ലോവർ ദാൻ ഓർ ലെസ് ദാൻ 2,50,000 ആണ്. ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കുറവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ടാക്സ് ലൈബിലിറ്റി നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ തന്നിട്ടുള്ളത് ടോട്ടൽ ഇൻകം 4 lakhും അഗ്രികൾച്ചറൽ ഇൻകം 3,000 ആണ്. അവിടെ എന്താ നമുക്ക് ടാക്സ് ലൈബിലിറ്റി കാണാനുള്ള അല്ലെങ്കിൽ കാണേണ്ട ആവശ്യമില്ല. കാരണം അതായത് അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സ് ലൈബിലിറ്റി കാണേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകം 5,000 ബിലോ ആണ് തന്നിട്ടുള്ളത്. 5,000 കൂടുതലാണെങ്കിലേ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ മുകളിലും കൂടെ ടാക്സ് ലൈബിലിറ്റി കണ്ടിട്ട് നെറ്റ് ടാക്സ് ലൈബിലിറ്റി കാണേണ്ടതുള്ളൂ. ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിൽ കൂടുതലാണ്, 2,50,000 കൂടുതലുണ്ട്. ബട്ട് അഗ്രികൾച്ചറൽ ഇൻകം 3,000 ഉള്ളൂ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെ തന്നെ സ്ലാബ് റേറ്റ് വെച്ചിട്ട് കണ്ടാൽ മതി. അതായത് ടോട്ടൽ ഇൻകം 4 lakh ആണ്, അഗ്രികൾച്ചറൽ ഇൻകം ലെസ് ദാൻ 5,000 ആയതുകൊണ്ട് നമ്മൾ നില്ലായിട്ട് ട്രീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, അത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ 4 lakhൻ്റെ മുകളിൽ നമ്മൾ നോർമൽ സ്ലാബ് റേറ്റ് വെച്ചിട്ട് തന്നെ ടാക്സ് ലൈബിലിറ്റി കാണുക. അപ് ടു 2,50,000 വരെ നില്ലാണ്. ആൻഡ് നെക്സ്റ്റ് 2,50,000 അതായത് 5 lakh വരെയുള്ള എമൗണ്ടിൻ്റെ മുകളിൽ 5% ആണ് ടാക്സ് റേറ്റ് വരിക, സാധാരണ നമ്മളുടെ സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് എത്ര എമൗണ്ടാണ് ഉള്ളത്, 4 lakhലും 2,50,000 കഴിഞ്ഞാൽ ബാക്കി 1,50,000 ആണുള്ളത്. അതിന് 5% ടാക്സ് എന്ന് പറയുമ്പോൾ 7,500 വരും. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ സെസ് 4% കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7,800 ആണെന്ന് കിട്ടും. ആൻഡ് ടോട്ടൽ ഇൻകം 5 lakh ബിലോ ആവുന്ന സമയത്ത് നമുക്ക് റിബേറ്റ് കിട്ടും അണ്ടർ സെക്ഷൻ 87A. എത്ര കിട്ടും, മാക്സിമം 12,500 വരെയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. 12,500 വരെയാണ് റിബേറ്റ് കിട്ടുക. അപ്പോൾ ഇതിൽ എൻ്റെയർ എമൗണ്ട് 7,800 റിബേറ്റ് ആണ്. സോ ടാക്സ് ലൈബിലിറ്റി നില്ലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഒരു കേസ് നോക്കുക, ഈ കേസ് നോക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ബേസിക് അതായത് ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിന് കൂടുതലാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ പറഞ്ഞിരിക്കുന്ന 5,000 എബോവ് ആണ് വരുന്നത്. ഇവിടെ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ടോട്ടൽ ഇൻകം 2,70,000. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ, ആദ്യം കണ്ടത് നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം, ടോട്ടൽ ഇൻകം എത്രയാണോ അതിൻ്റെ മുകളിൽ ടാക്സ് ലൈബിലിറ്റി കാണുകയെന്നാണ്. ഓക്കെ, ടോട്ടൽ ഇൻകം അതായത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം 2,70,000 ഉണ്ട്, അഗ്രികൾച്ചറൽ ഇൻകം 10,000 ഉണ്ട്. സോ ടോട്ടൽ ഇൻ്റഗ്രേറ്റഡ് ഇൻകം എന്ന് പറയുന്നത് 2,80,000 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 2,80,000 മുകളിൽ ടാക്സ് കാണുക. അതായത് അപ് ടു ഇവിടെ നോക്കുക, ഇവിടെയാണ് അത് പറഞ്ഞിട്ടുള്ളത്, അപ് ടു 2,50,000 വരെ നില്ല്, ബാലൻസ് 30,000 മുകളിൽ 5%, ദാറ്റ് ഈസ് 1,500.
ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് ബേസിക് എക്സംഷൻ ലിമിറ്റ് പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം, അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണണം. അതാണ് രണ്ടാമത് സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുക? നമ്മളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് 2,50,000 ആണ്, പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം 10,000 ആണ്. ടോട്ടൽ 2,60,000. ഈ 2,60,000 മുകളിൽ നമ്മൾ നോർമലി സ്ലാബ് റേറ്റ് വെച്ച് ടാക്സ് കാണാം. ഇവിടെ നോക്കുക, 2,60,000 മുകളിൽ എങ്ങനെയാണ്? അപ് ടു 2,50,000 വരെ നില്ല്, ബാലൻസ് 10,000 മുകളിൽ 5%, ദാറ്റ് ഈസ് 500. അപ്പം 2 സ്ലാബ് റേറ്റ് നമുക്ക് കിട്ടി, അത് 2 ടാക്സ് ലയബിലിറ്റി നമുക്ക് കിട്ടി. ആദ്യത്തതിൻ്റെ മുകളിൽ 1,500 കിട്ടി, രണ്ടാമത് 500 കിട്ടി. ഇനി എന്താ തേർഡ് സ്റ്റെപ്പ് പറഞ്ഞത്? രണ്ടാമത് കിട്ടിയ എമൗണ്ടിൽ നിന്ന് ഒന്നാമത് കിട്ടിയ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യാം. 1,500 500 അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1,000 ആണ്. ഓക്കെ. ദെൻ നമ്മളുടെ 87A പ്രകാരം റിബേറ്റ് എന്ന് പറയുന്നത് 1,000 കിട്ടും. 5 lakh ബിലോ ഇൻകം ആയതുകൊണ്ട് എൻ്റെ ഒരു എമൗണ്ട് നമുക്ക് റിബേറ്റ് കിട്ടും. സോ ടാക്സ് ലയബിലിറ്റി നില്ലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അഗ്രികൾച്ചറൽ ഇൻകം കാണുമ്പോൾ ആദ്യം ഇതേ നോക്കേണ്ടതുള്ളൂ. ആദ്യം നോൺ അഗ്രികൾച്ചറൽ ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യുക, അതിൻ്റെ മുകളിൽ ടാക്സ് ലയബിലിറ്റി കാണുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിക് എക്സംഷൻ ലിമിറ്റ് പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം കാണുക, അതിൻ്റെ മുകളിലും ടാക്സ് ലയബിലിറ്റി കാണുക. ദെൻ ഈ 2 ടാക്സ് ലയബിലിറ്റി നമ്മളുടെ ഡിഫറൻസ് നോക്കുക. ഈ ഡിഫറൻസ് ആയിരിക്കും നമ്മളുടെ ടാക്സ് ലയബിലിറ്റി. അവിടെ നമുക്ക് റിബേറ്റും സെസ്സും ഒക്കെ അവിടെ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനൊക്കെ ഉണ്ടാകും. അതിൻ്റെയൊക്കെ ഫൈനൽ എമൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് ലയബിലിറ്റി കിട്ടും. നോർമൽ കേസസിൽ ഇതൊക്കെ എന്തായിരിക്കും? 5 lakh ബിലോ ഉള്ള ഇൻകത്തിൻ്റെ കേസിൽ ടാക്സ് ലയബിലിറ്റി ഉണ്ടാവില്ല. 87A പ്രകാരം നമുക്ക് എൻ്റയർ എമൗണ്ടും റിബേറ്റ് കിട്ടും. ഓക്കെ. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കുക. കാൽക്കുലേറ്റ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് HUF whose computed total income is 6,30,000 and net agricultural income 7,000 for the assessment year 2024-25 under default tax regime under section 115 BAC. default tax regime എന്ന് പറയുമ്പം ഇപ്പോൾ നിലവിലുള്ള 115 BAC ആണ്. 115 BAC എന്ന് പറയുമ്പോൾ അവിടെ ബേസിക് എക്സംഷൻ ലിമിറ്റായിട്ട് വരുന്നത് 3 lakh ആണ്. ഇതാണ് BAC, 115 BACൻ്റെ സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് 3 lakh നില്ലാണ്. ദെൻ 3 lakh to 6 lakh വരെ 5%, 6 to 9 10%, 9 lakh to 12 lakh 15%, 12 lakh to 15 20%, and above 15 lakh 30%. ഇതാണ് 115 BACൻ്റെ സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സ്ലാബ് റേറ്റിന് വ്യത്യാസം വരുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ കാണുക, ആദ്യത്തെ സ്റ്റെപ്പ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 6,37,000 ആണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണുക. ഓക്കെ. ഇത് 6,37,000 എന്ന് പറയുമ്പോൾ ഇവിടെ 3 lakh ആണ് ബേസിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ് ടു 3 lakh വരെ നില്ലാണ്. അടുത്ത 3 lakh, അതായത് 3 lakh to 6 lakh വരെ എത്ര പറഞ്ഞിട്ടുള്ളത്? 5% ആണ്. അപ്പോൾ അവിടെ എത്ര ഉണ്ടാകും? ആ സ്ലാബിൽ 3 ലക്ഷം ഉണ്ടാവും. 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെ എന്ന് പറയുമ്പോൾ 3 ലക്ഷം രൂപ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ആ 3 ലക്ഷത്തിന് 5% കണ്ടു. ആൻഡ് ബാലൻസ്, അതായത് 6 lakhനേക്കാൾ എത്ര കൂടുതലുണ്ട്? ബാക്കി ബാലൻസ് ഉള്ളത് 37,000 രൂപയാണ്. ആ 37,000-ൽ 10% കണ്ടു. ടോട്ടൽ 18,700 ആണ് അതിൽ നമുക്ക് കിട്ടുന്ന ടാക്സ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ബേസിക് എക്സംഷൻ ലിമിറ്റ് പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം നോക്കുക. ഇവിടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് 2,50,000 അല്ല, 3 lakh ആണ്. 3 lakh പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം 7,000. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാത്ത ഈ 3,07,000 മുകളിൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണാം. അപ് ടു 3 lakh നില്ലാണ്. ബാലൻസ് 7,000-ൻ്റെ മുകളിൽ 5%, 350 രൂപ. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? അതിൻ്റെ ഡിഫറൻസ് നോക്കാം. ആദ്യത്തെ കേസിൽ 18,700 കിട്ടിയത്, രണ്ടാമത് 350 കിട്ടിയത്. അപ്പോൾ 18,700 മൈനസ് 350 ചെയ്താൽ 18,350 ആണ് നമ്മളുടെ എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ എഡ്യൂക്കേഷൻ സെസ് 4% കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 19,084 ആണ്. ഓക്കെ. ദെൻ
റിബേറ്റ് ഉണ്ടെങ്കിൽ റിബേറ്റ് നമുക്ക് ഇതിൽ ചേഞ്ച് വരുന്നുണ്ട്. റിബേറ്റ് എന്ന് പറയുന്നത് 7 ലാക്ക് വരെയുള്ള ഇൻകത്തിനാണ് 115 BACയിൽ നമുക്ക് റിബേറ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എൻ്റെയർ എമൗണ്ട് റിബേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓൾഡ് ടാക്സ് റെജീമും ന്യൂ ടാക്സ് റെജീമും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ ടാക്സ് റേറ്റിൽ വരുന്ന ഡിഫറൻസ് നല്ലോണം പഠിച്ച് വെക്കുക. കാരണം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഏത് ടാക്സ് റെജീമാണോ അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് ടാക്സ് കാണാനുണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 115 BAC ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ബേസിക് എക്സംഷൻ ലിമിറ്റിൽ മാറ്റമുണ്ട്, 3 ലാക്ക് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ സ്ലാബ് റേറ്റിലും മാറ്റം വരുന്നുണ്ട്, റിബേറ്റിലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. അത്രയേ ഉള്ളൂ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. അവിടെ ആ ഒരു സ്റ്റെപ്പ് മാത്രമേ നിങ്ങൾ പഠിക്കാനുള്ളൂ, എൻ്റെ ആ ഒരു എമൗണ്ട്